സംസ്ഥാന സർക്കാരിന്റെ നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കി. സർവേ നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി. കോടതി ഉത്തരവിൽ സർക്കാരിനെതിരെ ഗുരുതര പരാമർശങ്ങളുണ്ട്. സർവേ സംബന്ധിച്ച അറിവ് പാർട്ടി സെക്രട്ടറിക്ക് മുൻപ് തന്നെ ഉണ്ടായിരുന്നുവെന്നും പാർട്ടി സെക്രട്ടറി കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം തൃപ്തികരമല്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പദ്ധതികൾ എന്നിവയെക്കുറിച്ചുള്ള ജനാഭിപ്രായം അറിയുന്നതിനു വേണ്ടിയാണ് നവകേരള സർവേ എന്ന പേരിൽ വോളണ്ടിയർമാരെ വെച്ച് വിവരശേഖരണം നടത്തുന്നത്. നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമിന് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പബ്ലിക് റിലേഷൻസ് വകുപ്പ് 20 കോടി രൂപയാണ് നീക്കിവെച്ചത്. എന്നാൽ സർക്കാർ ഉത്തരവ് വരും മുൻപേ പാർട്ടി സെക്രട്ടറി കേഡർമാർക്ക് സർക്കുലർ അയച്ചത് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. കൂടാതെ വികസന പദ്ധതികളെക്കുറിച്ചുള്ള പഠനം പ്ലാനിംഗ് ബോർഡ് ചെയ്യേണ്ടതാണ്. അത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള PRD വഴി നടപ്പിലാക്കിയത് ചട്ടവിരുദ്ധമാണെന്നും നിയമസഭയുടെ മുൻകൂർ അനുമതിയില്ലാതെയും ബജറ്റിൽ വകവരുത്താതെയും കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി കണ്ടെത്തി. ദുരന്ത നിവാരണത്തിന് രൂപീകരിച്ച സാമൂഹ്യ സന്നദ്ധ സേനയെ രാഷ്ട്രീയ സ്വഭാവമുള്ള സർവേക്കായി ഉപയോഗിക്കാൻ ശ്രമിച്ചതിൽ അപാകതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി ഉത്തരവ് സർക്കാരിന് തിരിച്ചടിയല്ലെന്നും ഹൈക്കോടതി ഉത്തരവ് പരിശോധിച്ച് അപ്പീൽ നൽകേണ്ടതാണെങ്കിൽ നൽകുമെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടാണെന്ന് വിധിയിലുണ്ടോ? എന്തായാലും അത് റദ്ദാക്കിയതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് വിധി പൂർണ്ണമായിട്ട് വരുമ്പോൾ ഞങ്ങൾ പരിശോധിക്കും. ചിലപ്പോൾ സാങ്കേതികമായ പ്രശ്നമാണെങ്കിൽ സാങ്കേതികമായ പിഴവ് നികത്തും. അതല്ല വേറെ പ്രശ്നങ്ങളാണെങ്കിൽ അതെന്താണെന്ന് പരിശോധിച്ചിട്ട് തുടർ നടപടി സ്വീകരിക്കും. CPM പ്രവർത്തകരെ ഉപയോഗിച്ചാണ് നവകേരള സർവേ നടത്തിയതെന്നും സർക്കാർ പണം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനാണ് ശ്രമിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. CPM പ്രവർത്തകരെ വോളണ്ടിയർമാരായിട്ട്, DYFI പ്രവർത്തകരെ വോളണ്ടിയർമാരായി നിശ്ചയിച്ചുകൊണ്ടുള്ള നവകേരള സർവേ, എന്നിട്ടത് സർക്കാർ ഏറ്റെടുക്കുന്നു. ഈ വോളണ്ടിയർമാർക്ക് സർക്കാർ പണം കൊടുക്കുന്നു. അതിനെ പ്രതിപക്ഷം അതിശക്തിയായി എതിർത്തിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. നവകേരള സർവേ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി നൽകിയ ഹർജിയിൽ വിശദമായ വാദം കേട്ട ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സർവേ നിയമവിരുദ്ധമാണെന്ന് വിധിക്കുകയായിരുന്നു. മീഡിയ 1 കൊച്ചി.